ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയാണ്. ഏഷ്യയിലെ എല്ലാ മാർക്കറ്റുകളും ഇന്ന് രാവിലെയും വീക്കായിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. മെമ്മറി സ്റ്റോക്കുകൾ തന്നെയാണ് ഇന്ന് മോർണിംഗിൽ സൗത്ത് കൊറിയയിലും ജപ്പാനിലൊക്കെ വളരെ താഴെ പോയിട്ടുള്ളത്. ജപ്പാനിൽ അറൗണ്ട് 15% താഴെയാണ് മെമ്മറി സ്റ്റോക്കായ കിയോക്സിയ ഹോൾഡിങ്സ്. അതുപോലെ തന്നെ സൗത്ത് കൊറിയയിലും അറൗണ്ട് 13% താഴെയാണ് SK ഹൈനിക്സ്. സാംസങ്ങും താഴെയാണ്. അപ്പോൾ പൊതുവെ മെമ്മറി സ്റ്റോക്കുകളുടെ സെൽ ഓഫാണ് ഏഷ്യൻ മാർക്കറ്റിലുള്ളത്. അതോടൊപ്പം തന്നെ മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് വഷളായിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് കൂടിയുണ്ട്. ഇന്നലെ അമേരിക്കയിലെ റസൽ 2000 ഇൻഡെക്സ് ഒഴികെ മറ്റെല്ലാ ഇൻഡെക്സുകളും വീക്കായിരുന്നു. മാഗ്നിഫിസൻറ്റ് 7 കമ്പനികളിൽ ആപ്പിളാണ് ഇന്നലെ മുന്നേറിയിട്ടുള്ളൊരു സ്റ്റോക്ക്. പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്തിരിക്കുകയാണ് ആപ്പിളിൻ്റെ AI സർവീസസിന് ഐഫോണുകളിലും അതുപോലെ തന്നെ മാക്ബുക്കിലൊക്കെ യൂസ് ചെയ്യാനുള്ള അനുമതി ചൈനയിൽ നൽകിയിട്ടുണ്ട്. US അതുപോലെ തന്നെ യൂറോപ്യൻ യൂണിയനും ഒന്നും ഇത്തരത്തിലുള്ള അനുമതി ഇതുവരെ നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ആപ്പിളിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. ആപ്പിൾ പുതിയ റെക്കോർഡ് ഹൈ ഹീറ്റ് ചെയ്ത റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മൈക്രോസോഫ്റ്റും ഇന്നലെ മുന്നേറിയിരിക്കുകയാണ്. അതേസമയം റീസെൻ്റായിട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ള SpaceX താഴെയാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അറൗണ്ട് $131 ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും മെമ്മറി സ്റ്റോക്കുകൾ ഉണ്ടായിട്ടുള്ള സെൽ ഓഫാണ്. ഗ്ലോബലി പൊതുവെ ടെക്നോളജി ഓറിയൻറ്റഡ് മാർക്കറ്റുകളിലൊക്കെ സെൽ ഓഫിന് കാരണമാക്കിയിട്ടുള്ളത്. ഇന്നലെ യൂറോപ്പിലത്തെ സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ UK ഇൻഡെക്സ് സ്ലൈറ്റ്ലി ബെറ്റർ ആയിരുന്നു. അതേസമയം ജർമ്മൻ ഇൻഡെക്സ്, ഫ്രഞ്ച് ഇൻഡെക്സൊക്കെ സ്ലൈറ്റ്ലി വീക്കായിരുന്നു. അപ്പം ഏഷ്യയിൽ ഇന്നലെ നോക്കുകയാണെങ്കിൽ എല്ലാ മാർക്കറ്റുകളും ഇന്നലെ ഏഷ്യയിൽ വീക്കായിരുന്നു. ഇന്ത്യനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ടെറിട്ടറിയിലാണ് ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റ് ട്രേഡ് ചെയ്തിരുന്നത്. ക്ലോസിങ് അറൗണ്ട് ഫ്ലാറ്റ് ലെവലിലായിരുന്നു. ഇന്ന് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങും വൊളാറ്റിലിറ്റിയാണ്. ഒപ്പം കമോഡിറ്റികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഗോൾഡ്, സിൽവർ എല്ലാ കമോഡിറ്റികളും ഇന്നലെ താഴെയാണ്. ഇന്ന് മോർണിംഗിലും താഴെയാണ്. $3981 പെർ ഔൺസിനാണ് സ്പോട്ട് ഗോൾഡ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. സിൽവർ $55 പെർ ഔൺസിനാണ്. ഒപ്പം ബ്രെൻഡ് ക്രൂഡ് ഓയിലിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അറൗണ്ട് $85 പെർ ബാരലിനടുത്താണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഇന്നലെ US ഡോളറിന് എഗൻസ്റ്റ് ആയിട്ട് വീണ്ടും വീക്കായിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 96.3172 രൂപ പെർ ഡോളർ ആയിട്ടാണ് ഇന്നലെ ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇന്നും ഒരുപക്ഷെ വീക്ക്നെസ് കണ്ടിന്യൂ ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. ഇനി നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മിഡിൽ ഈസ്റ്റ് ക്രൈസിസിൻ്റെ ഇമ്പാക്റ്റിൽ ബ്രെൻഡ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഉയർന്നതാണ് ഏറ്റവും നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന കാര്യം. എന്നിരുന്നാലും സിവിയർ കേസസൊക്കെ സീരിയസ് ഇമ്പാക്റ്റൊക്കെ ഓൾറെഡി മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്തിട്ടുണ്ട്. എന്നിരുന്നാലും ഫർദർ ബ്രെൻഡ് ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് കൂടുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റും വീണ്ടും ഉണ്ടാക്കാനുള്ള സാധ്യതകളുണ്ട്. അതേസമയം Q1 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് മെജോറിറ്റി ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള Q1 റിസൾട്ടുകളെല്ലാം തന്നെ എബോവ് എക്സ്പെക്റ്റേഷൻസ് ആണ്. അതിൻ്റെ ഒരു പോസിറ്റീവ് ഇമ്പാക്റ്റ് അതാത് സ്റ്റോക്കുകളിലൊക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. ഒപ്പം നമ്മൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ട് ന്യൂസ് നോക്കുകയാണെങ്കിൽ റിലയൻസ് ജിയോ 1600 ലിയോ സാറ്റലൈറ്റുകൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗവൺമെൻറ് അനുമതി നൽകിയിട്ടുണ്ട്. അപ്പോൾ SpaceX ആയിട്ട് സ്റ്റാർലിങ്ക് ആയിട്ട് കോമ്പീറ്റ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് ജിയോ ടെലികോം. തീർച്ചയായിട്ടും ലോങ് റണ്ണിൽ കമ്പനീനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. അതോടൊപ്പം തന്നെ മറ്റ് ന്യൂസ് ഫ്ലോസ് നോക്കുകയാണെങ്കിൽ Q1 റിസൾട്ടുകളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇന്നലെ പുറത്തു വന്നിട്ടുള്ള Q1 റിസൾട്ടുകൾ പോളി ക്യാബ്, പിരമൽ ഫൈനാൻസ്, ITC ഹോട്ടൽസ്, അതുപോലെ തന്നെ ബോറോസിൽ റിന്യൂവബിൾസ്, ടെക് മഹീന്ദ്ര, ജിയോ ഫൈനാൻഷ്യൽ സർവീസസ് ഈ കമ്പനികളെല്ലാം തന്നെ ബെറ്റർ Q1 റിസൾട്ടുകളാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ആദ്യമായിട്ട് ബ്ലാക്ക് റോക്കിൻ്റെ ജോയിൻറ്റ് വെഞ്ചറിൽ കൂടിയുള്ള ETFകൾ ഓഗസ്റ്റിൽ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്. നിഫ്റ്റി 50 ETF അതുപോലെ തന്നെ ബോണ്ട് ETFകളാണ് ആദ്യമായിട്ട് ETF ജിയോ ബ്ലാക്ക് റോക്ക് JV ലോഞ്ച് ചെയ്യാൻ പോകുന്നത്. ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ച് പോസിറ്റീവാണ്. ETF കാര്യം നോക്കുകയാണെങ്കിൽ ഗ്ലോബലി ബ്ലാക്ക് റോക്കാണ് ETF ഒരു ഏറ്റവും ലീഡിങ് റോൾ വഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ. ഗ്ലോബലി ETF അറൗണ്ട് $22 ട്രില്യൺ വർത്ത് ETFകളാണുള്ളത്. അതിൽ 15 ട്രില്യൺ $US വർത്ത് ETFകളും അമേരിക്കയിലാണ്. അമേരിക്കയിലത്തെ ടോട്ടൽ മാർക്കറ്റ് ഷെയർ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക് റോക്കാണ് മുന്നിട്ട് നിൽക്കുന്നത്. അറൗണ്ട്
$5 trillion ആണ് ബ്ലാക്ക് റോക്കിൻ്റെ അണ്ടറിലുള്ള ETF അസറ്റ് ഹോൾഡ് ചെയ്യുന്നത്. തീർച്ചയായിട്ടും ഇന്ത്യയിൽ ഇത്തരത്തിലൊരു ETF റെവല്യൂഷൻ വരെയാണ് ജിയോ ഫൈനാൻഷ്യൽ സർവീസസിനെ സംബന്ധിച്ച് ലോങ് റണ്ണിൽ പോസിറ്റീവായിട്ടുള്ള ന്യൂസാണ്. അതോടൊപ്പം തന്നെ IPO മാർക്കറ്റുകൾ നോക്കുകയാണെങ്കിൽ SME IPO, അതുപോലെ തന്നെ മെയിൻ ബോർഡ് IPO, ഈ IPOസിലൊക്കെ വലിയ രീതിയിലുള്ള ഓവർ സബ്സ്ക്രിപ്ഷൻ തന്നെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇതൊരു പോസിറ്റീവ് ന്യൂസ് തന്നെയാണ്. ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുള്ള മിൽവർക്സ് ടെക്നോളജീസ് BSE SME ആയിരുന്നു. അറൗണ്ട് 220 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ SBI ഫണ്ട്സ് മാനേജ്മെൻറ്റ് 41 ടൈംസാണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ രണ്ട് സ്റ്റോക്കുകളും ലിസ്റ്റിംഗ് ഗെയിനോടുകൂടി ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ ഇന്നലെ ഓപ്പൺ ചെയ്തിട്ടുള്ള മറ്റൊരു IPO ഉണ്ട്, സോട്ടേഫിൻ ഭാരത് ലിമിറ്റഡ്. നല്ലൊരു IPO ആണ്. BSE SMEയിലാണ്. 600 ലോട്ട് വരുന്നത്. 2 ലോട്ട് അപ്ലൈ ചെയ്യണം. 1200 ഒരു മിനിമം അപ്ലിക്കേഷന് വേണ്ടത്. 187 അപ്പർ പ്രൈസ് ബാൻഡ്. ഈ IPOയിൽ അപ്ലൈ ചെയ്യുന്നത് നന്നായിരിക്കും. അതോടൊപ്പം തന്നെ ഇന്ന് ഓപ്പൺ ആവുന്ന ഒരു IPO ഉണ്ട്, മെയിൻ ബോർഡ് IPO ആണ്. കാലിബർ മൈനിങ് ആൻഡ് ലോജിസ്റ്റിക്സ് ലിമിറ്റഡ് ആണ്. നല്ലൊരു IPO ആണ്. 424 അപ്പർ പ്രൈസ് ബാൻഡ് വരുന്നത്. ഫണ്ടമെൻ്റൽ പോയിന്റ് ഓഫ് വ്യൂവിൽ നോക്കുകയാണെങ്കിൽ നല്ലൊരു IPO ആണ്. അതുപോലെ തന്നെ ഓർഡേഴ്സ് 9550.89 കോടി രൂപ ഓർഡേഴ്സും കയ്യിലുള്ള ഒരു IPO ആണ്. അപ്പോൾ തീർച്ചയായിട്ടും ഓൾറെഡി ഓപ്പൺ ആയിട്ടുള്ള BSE SMEയിലുള്ള സോട്ടേഫിൻ ഭാരത് ലിമിറ്റഡ്, അതുപോലെ തന്നെ ഇന്ന് ഓപ്പൺ ആവുന്ന മെയിൻ ബോർഡിൽ ഓപ്പൺ ആവുന്ന കാലിബർ മൈനിങ്, ഈ IPOസിലും അപ്ലൈ ആവുന്നതാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. ഇനി നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളുടെയൊക്കെ ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ ജൂൺ മാസത്തിൽ ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കൂട്ടിയിട്ടുള്ള JSW ഇൻഫ്ര, ബജാജ് ഫൈനാൻസ്, HDFC ബാങ്ക്, ആക്മെ സോളാർ, അതുപോലെ തന്നെ NHPC, ഈ സ്റ്റോക്കുകളെയൊക്കെ തന്നെയാണ് വാല്യൂ വൈസ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ മ്യൂച്വൽ ഫണ്ടുകൾ അക്വയർ ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ സെർവോടെക് റിന്യൂവബിൾ പവർ ലിമിറ്റഡ് ഉണ്ട്. 900 kWh ഹൈബ്രിഡ് സോളാർ റൂഫ് ടോപ്പ് പ്രൊജക്റ്റ് ബാക്ക് ചെയ്തിട്ടുണ്ട്. ബാറ്ററി എനർജി സ്റ്റോറേജ് സെറ്റപ്പും കൂടിയുള്ള ഒരു പ്രൊജക്റ്റാണ്. സെർവോടെക്കിനെ സംബന്ധിച്ച് പോസിറ്റീവ് ന്യൂസാണ്. 2019-20 ലോഞ്ച് ചെയ്തിരുന്ന സോവറിൻ ഗോൾഡ് ബോണ്ട് RBI റിഡംപ്ഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട്. 3443 രൂപ പെർ ഗ്രാമിനാണ് അന്ന് സോവറിൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്തിരുന്നത്. ഇത് റിഡംഷൻ വന്നിരിക്കുന്നത് 14,199 രൂപ പെർ ഗ്രാമാണ്. 318.5% ഈ സോവറിൻ ഗോൾഡ് ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റേഴ്സിന് ലഭിക്കുന്നത്. തീർച്ചയായിട്ടും ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവായിട്ടൊരു ന്യൂസ് തന്നെയാണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസുകൾ. അപ്പോൾ ഇന്ന് ഏഷ്യയിൽ വളരെ വീക്കാണ് മാർക്കറ്റ് സെൻറ്റിമെൻറ്റ്. മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് വലിയ രീതിയിൽ വീണ്ടും വഷളാവാണ്. അതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഫർദർ ഗ്ലോബൽ മാർക്കറ്റുകളിലും ഇന്ത്യൻ മാർക്കറ്റിലൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട്. വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. നമ്മൾ സജസ്റ്റ് ചെയ്യുന്ന സ്റ്റോക്കുകൾ ലോങ് ടൈം പോയിന്റ് ഓഫ് വ്യൂവിൽ മാർക്കറ്റ് താഴെ വരുമ്പോൾ ഘട്ടമായിട്ട് വാങ്ങാനൊരു ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. ഒപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള IPOs, നല്ല IPOs മാത്രമാണ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് സജസ്റ്റ് ചെയ്യുന്ന. അത്തരത്തിലുള്ള IPOസിൽ അപ്ലൈ നന്നായിരിക്കും. അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടാൻ സാധ്യതയുള്ള IPOs ആണ്. ഇതൊക്കെയാണ് പൊതുവെയുള്ള ന്യൂസ് ഫ്ലോസ്. അപ്പോൾ വളരെ കോഷ്യസായിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യുക. Q1 റിസൾട്ടുകൾ വരുന്നത് വാച്ച് ചെയ്യുക. ഒപ്പം മിഡിൽ ഈസ്റ്റ് ക്രൈസിസ് സംബന്ധിച്ച ന്യൂസുകളൊക്കെ വാച്ച് ചെയ്യുക. ഇന്ന് വെള്ളിയാഴ്ചയാണ്, അതുകൊണ്ട് തന്നെ അടുത്ത 2 ദിവസങ്ങളിൽ മിഡിൽ ഈസ്റ്റിൽ വലിയ രീതിയിലുള്ള ക്രൈസിസൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റേതായൊരു ഇമ്പാക്റ്റ് ഒരു പക്ഷേ മൺഡേ ഒക്കെ കാണാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും വാല്യുവേഷൻ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മുടെ മാർക്കറ്റ് കമ്പാരിറ്റീവ്ലി സേഫാണ്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ക്രാഷ് ഒന്നും തന്നെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻട്രിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.